എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു ഇതൊരു തേങ്ങാ ചമ്മന്തിയാണല്ലോ എന്ന്. പക്ഷേ ഇത് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചക്കക്കുരു യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ചക്കക്കുരു അതിൻ്റെ ഔട്ടർ കവർ കളഞ്ഞിട്ട് ആ റെഡോട് കൂടിയിട്ട് നമ്മളൊന്ന് ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തീയിൽ കാട്ടിയിട്ട് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ സ്റ്റൗവിൽ നമുക്ക് ഓരോ ഈക്കിളിൽ കുത്തിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാനിലിട്ടിട്ട് അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പാനിലിട്ടിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 മിനിറ്റോളം ഇളക്കിക്കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ നമുക്ക് ചുട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ചക്കക്കുരുവിൻ്റെ ആ പുറം ഭാഗം കണ്ടില്ല, കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചുട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അടുത്തതായിട്ട് നമ്മൾ ഈ സെയിം പാനിൽ തന്നെ നമ്മളുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക്, അതെടുത്തിട്ട് ഒന്ന് ഇതേപോലെ ചുട്ടെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അടുപ്പിലിട്ടിട്ട് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗവിൽ ഇങ്ങനെ കാട്ടിയിട്ട് ചുട്ടെടുത്താലും മതിയാവും. അപ്പോൾ ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാനിലിട്ടിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നമ്മളുടെ തീയിൽ കാട്ടിയിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെ കാട്ടുമ്പോഴായിരിക്കും കൂടുതൽ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടുന്നത് മുളകിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, അടുപ്പിൽ കാട്ടിയാലും മതിയാവും, അടുപ്പിൻ്റെ തീയിലിട്ടിട്ട് കനലിലിട്ടിട്ട് ചുട്ടെടുത്താലും മതിയാവും. അപ്പോൾ കരിയാതെ നോക്കണം. നെക്സ്റ്റ് നമ്മളൊരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. then അതൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മളുടെ ഉള്ളിയും കറക്റ്റ് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ അരക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി, നെക്സ്റ്റ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കക്കുരു എന്നിവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോന്നും എന്തോരം എടുത്തിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല അരഞ്ഞ് കിട്ടണം. നമ്മളുടെ തേങ്ങാ ചമ്മന്തിയൊക്കെ പൊടിക്കുന്നത് പോലെ നല്ല അരച്ചെടുക്കുക. അങ്ങനെ ആ ചക്കക്കുരും മുളകും ഉള്ളിയൊക്കെ തമ്മിൽ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് നല്ലൊരു ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു കണ്ടില്ലേ, ഇതേപോലെ അരഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചമ്മന്തി അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ല അരച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് കട്ടകളൊന്നും ഇല്ലാതെ അരയുന്നത് വരെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചക്കക്കുരുവിൻ്റെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചമ്മന്തിയാണ്, ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ വെറൈറ്റി റെസിപ്പീസുമായി അടുത്ത ദിവസം വരുന്നത് വരെ താങ്ക് യു.